നമസ്കാരം. പ്രഥമ IPL ചാമ്പ്യന്മാരായ രാജസ്ഥാൻ റോയൽസിന് ഈ സീസണിൽ പ്രതീക്ഷിച്ചതുപോലെ ഒരു തുടക്കമല്ല ലഭിച്ചിരിക്കുന്നത്. ടോപ്പ് 4-ൽ ഫിനിഷ് ചെയ്ത് പ്ലേ ഓഫിലേക്ക് യോഗ്യത നേടണമെങ്കിൽ റോയൽസിന് ഇനിയുള്ള 8 മത്സരങ്ങളും അതീവ നിർണായകമാണ്. ഇതിൽ 6 എണ്ണത്തിലെങ്കിലും ജയിക്കാനായാൽ മാത്രമേ അവർക്ക് പ്ലേ ഓഫിൽ സ്ഥാനം ഉറപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. റോയൽസ് നായകനായ സഞ്ജുവിനെ സംബന്ധിച്ച് ഏറെ നിർണായകമായ സീസൺ കൂടിയാണ് ഇത്. കപ്പിലേക്ക് എത്താനായില്ല എങ്കിൽ സഞ്ജുവിന്റെ ക്യാപ്റ്റൻസി തെറിക്കും. അദ്ദേഹത്തിന് കീഴിൽ ടീമിന്റെ തുടർച്ചയായ 5ാമത്തെ സീസൺ കൂടിയാണ് ഇത്. 6ാമതും റോയൽസിനെ നയിക്കാൻ സഞ്ജുവിന് അവസരം ലഭിച്ചേക്കില്ല. 2021-ലെ IPL-ന് തൊട്ട് മുൻപാണ് ഓസ്ട്രേലിയൻ സൂപ്പർ താരമായ സ്റ്റീവ് സ്മിത്തിന് പകരം റോയൽസ് ക്യാപ്റ്റനായി അദ്ദേഹം നിയമിക്കപ്പെടുന്നത്. റോയൽസിന്റെ ഈ തീരുമാനം അന്ന് വലിയ സർപ്രൈസ് തന്നെയായിരുന്നു. കൂടുതൽ അനുഭവ സമ്പത്തുള്ള ക്യാപ്റ്റന്മാരെ ഈ റോളിലേക്ക് ലഭിക്കുമെന്നിരിക്കെ സഞ്ജുവിന് നറുക്ക് വീഴുമെന്ന് ആരാധകർ ഒട്ടും പ്രതീക്ഷിച്ചതല്ല. നായകനായ ശേഷമുള്ള ആദ്യ മത്സരം തന്നെ തീപ്പൊരി സെഞ്ചുറിയുമായാണ് മലയാളി താരം ആഘോഷിച്ചത്. പഞ്ചാബ് കിങ്സിനെതിരെയായിരുന്നു ഇത്. പക്ഷേ ടീമിനെ കളി ജയിപ്പിക്കാൻ സഞ്ജുവിനായില്ല. റോയൽസിനെ സംബന്ധിച്ച ഇതൊരു മോശം സീസൺ തന്നെയായിരുന്നു. പോയിന്റ് പട്ടികയിൽ 7ാം സ്ഥാനത്താണ് അവർ ഫിനിഷ് ചെയ്തത്. 14 മത്സരങ്ങളിൽ റോയൽസിന് ജയിക്കാനായത് വെറും 5 മത്സരങ്ങളിൽ മാത്രം. എന്നാൽ 2022-ലെ IPL സഞ്ജുവിനെയും റോയൽസിനെയും സംബന്ധിച്ച ഗംഭീരമായിരുന്നു. സീസണിന് മുന്നോടിയായുള്ള മെഗാലേലം റോയൽസിനെ കൂടുതൽ കരുത്തരാക്കി മാറ്റി. ട്രെന്റ് ബോൾട്ട, യുസ്വേന്ദ്ര ചാഹൽ, അശ്വിൻ ത്രയത്തിന്റെ വരവ് അവരെ കൂടുതൽ അപകടകാരികളാക്കി മാറ്റുകയും ചെയ്തു. ക്യാപ്റ്റൻ എന്ന നിലയിൽ സഞ്ജു ഇവരെ ഭംഗിയായി ഉപയോഗിക്കുകയും ചെയ്തതോടെ റോയൽസ് കുതിച്ചു. പോയിന്റ് പട്ടികയിൽ 2ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്ത അവർ പിന്നീട് ഫൈനൽ വരെ എത്തി എല്ലാവരെയും ഞെട്ടിച്ചു. പക്ഷേ 2023-ലെ IPL-ൽ ഈ മാജിക് ആവർത്തിക്കാൻ റോയൽസിന് സാധിച്ചില്ല. പോയിന്റ് പട്ടികയിൽ 5ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്ത അവർ പ്ലേ ഓഫിൽ പോലും കയറാതെയാണ് പുറത്തായത്. മികച്ച താരനിരയുണ്ടായിട്ടും ടീമിനെ ടോപ്പ് 4-ൽ പോലും എത്തിക്കാൻ കഴിയാത്തതിന് കാരണം സഞ്ജുവിനെതിരെയും വിമർശനങ്ങൾ ഉയർന്നിരുന്നു. എന്നാൽ കഴിഞ്ഞ വർഷം ശക്തമായ തിരിച്ചുവരവ് നടത്തിയാണ് സഞ്ജു വിമർശകരുടെ വാ അടപ്പിച്ചത്. പ്ലേ ഓഫിലേക്ക് ടിക്കറ്റ് എടുത്ത റോയൽസ് 2ാം ക്വാളിഫയറിൽ തോറ്റ് പുറത്താവുകയായിരുന്നു. ഈ സീസണിൽ പുതിയൊരു ക്യാപ്റ്റനെ റോയൽസ് കൊണ്ടുവരാനിടയുണ്ട് എന്ന സൂചനകൾ ഉണ്ടായിരുന്നുവെങ്കിലും സഞ്ജുവിൽ തന്നെ ടീം മാനേജ്മെന്റ് വീണ്ടും വിശ്വാസം അർപ്പിക്കുകയായിരുന്നു. പക്ഷെ അതിനകത്ത് ഉയരാൻ ക്യാപ്റ്റൻസിയിലോ ബാറ്റിങ്ങിലോ സഞ്ജുവിന് ഇനിയും സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അടുത്ത സീസണിലും അദ്ദേഹം നായക സ്ഥാനത്ത് തുടരാൻ സാധ്യത തീരെ കുറവാണ്. ടീം മാനേജ്മെന്റിന്റെ പിന്തുണ കാരണമാണ് ഇത്രയും സീസൺ സഞ്ജുവിന് നായക സ്ഥാനത്ത് തുടരാൻ സാധിച്ചത്. എന്നാൽ അടുത്ത വർഷം വീണ്ടും ഒരു അവസരം നൽകി ഇനിയൊരു പരീക്ഷണത്തിന് റോയൽസ് മുതിരാനുള്ള സാധ്യത തീരെ കുറവാണ്. ക്യാപ്റ്റനായുള്ള കഴിഞ്ഞ 4 സീസണുകൾ എടുത്താൽ 2022-ൽ ടീമിനെ റണ്ണറപ്പ് ആക്കിയതൊഴിച്ചാൽ സഞ്ജുവിന് മറ്റ് നേട്ടങ്ങളൊന്നും അവകാശപ്പെടാനില്ല. സഞ്ജു സാംസൺ നായക സ്ഥാനത്ത് നിന്നും പുറത്താക്കപ്പെടുകയാണെങ്കിൽ പകരം രാജസ്ഥാൻ റോയൽസ് നായകനായി വന്നേക്കുക യുവ ഓൾറൗണ്ടറായ റിയാൻ പരാഗായിരിക്കും. ഈ സീസണിലെ ആദ്യത്തെ 3 മത്സരത്തിൽ സഞ്ജു നായക സ്ഥാനത്ത് നിന്ന് മാറി നിന്നപ്പോൾ പകരം നറുക്ക് വീണത് പരാഗിനായിരുന്നു. അദ്ദേഹത്തെക്കാൾ സീനിയറായ പലരും ടീമിലുണ്ടായിട്ടും ക്യാപ്റ്റൻസി ലഭിക്കാൻ ഒരു കാരണം കൂടിയുണ്ട്. അത് പരാഗിന്റെ അച്ഛന്റെ സഹോദരൻ കൂടിയായ രഞ്ജിത്ത് ബർത്താക്കൂറാണ്. റോയൽസ് ടീമിന്റെ എക്സിക്യൂട്ടീവ് ചെയർമാൻ കൂടിയായ അദ്ദേഹത്തിന്റെ ഇടപെടൽ കാരണമാണ് പരാഗിന് ക്യാപ്റ്റൻസി ലഭിച്ചതെന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്.